ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്? കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രം. അതെ, ക്ഷേത്രത്തിൻ്റെ പരിസരം. അപ്പോൾ ദിലീൻ പറഞ്ഞിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. ദിലീനാണ് നമ്മളിപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത്. കണ്ണന്നൂരാണ്. കണ്ണന്നൂർ എന്ന് പറയുന്ന സ്ഥലം പട്ടാമ്പിയിൽ നിന്ന് തൃത്താല റോഡിന് ഒരു 3 കിലോമീറ്റർ വന്നാലാണ് റോഡ് സൈഡിന് പാടം. കണ്ണന്നൂർ ഇതാ ഈ ബാക്കിൽ കാണുന്ന പാടമൊക്കെ എന്താ ഭംഗിയില്ലേ. ഇതാണ് പട്ടാമ്പിയിൽ നിന്ന് വരുന്ന റോഡ്. പട്ടാമ്പിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുന്നംകുളം റോഡിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് തൃത്താലേക്ക് വരുന്ന റോഡാണിത്. ഇങ്ങനെ പോയാൽ തൃത്താലെത്തും. അപ്പോൾ അതേ ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് ഞങ്ങൾ. ഇതാ നേരെ അപ്പുറം പുഴയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മുടെ 2006 നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു പച്ചപ്പനന്തത്തെ. അപ്പോൾ നോട്ടം എന്ന് പറയുന്ന ആ സിനിമ, നമ്മുടെ സമൃദ്ധ ചേച്ചിയൊക്കെ അഭിനയിച്ച ആ സിനിമ, അത് ഈ ഒരു നാട്ടുവഴികളിലാണ് എടുത്തതെന്ന് ദിലീൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ കാഴ്ചകൾ. അപ്പോൾ ദൂരെ കാണുന്നതിൽ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രമാണ്. പാലക്കാട് ഒരു കണ്ണന്നൂരുണ്ട് കേട്ടോ. ആ കണ്ണന്നൂരല്ല, അത് ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്. അതെ, പഴക്കമുള്ള ക്ഷേത്രമാണ്. പാലക്കാടേ ഒരു കണ്ണന്നൂരുണ്ട്. ആ കണ്ണന്നൂരല്ല ഇത് പട്ടാമ്പിക്ക് അടുത്തുള്ള കണ്ണന്നൂരാണ്. പാലക്കാട് ടൗണിൻ്റെ അടുത്തൊരു കണ്ണന്നൂരുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഇത് കണ്ടോ, ഇതാ ഇതെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു പച്ചപ്പനന്തത്തെ എന്നുള്ള ആ സോങ്ങിൽ നമ്മുടെ സമൃദ്ധ സുനിൽ അവിടെ നിൽക്കുമ്പോൾ നായകൻ പിടിച്ചിങ്ങോട്ട് ഇറക്കുന്ന ഒരു സീനുണ്ട്. ഇറക്കിയിട്ട് ഇങ്ങനെ പോവും. ഈ തോടാണ്. ഈ തോട്ടിലൂടെയാണ് കണ്ടത്. ഇതൊരു തോടാണ്, കനാലാണ്, വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട്. സോ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. ആ സീനിൽ തന്നെ നമുക്ക് ദൂരെയുള്ള ആൽമരം കാണാൻ സാധിക്കും. നല്ല ഭംഗി കേട്ടോ കാണാൻ. അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കോപ്പിറൈറ്റ് ഇത് വരുമെന്ന് അറിയില്ല. പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. ദേ അവിടെ ദൂരെ ഒരു ആൽമരം, അവിടെ എന്താ ഭംഗി അറിയോ, സൂപ്പർ. അതന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചപ്പനന്തത്തെ എന്നുള്ള ആ സോങ് നമുക്കെന്നും അതെ നൊസ്റ്റാൾജിക് ഫീൽ ഒരുപാട് തരുന്നൊരു സോങ്ങാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തത്, അതിൻ്റെ ആദ്യത്തെ കുറേ രംഗങ്ങളൊക്കെ പാടങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള സീൻസൊക്കെ കുറേ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡാമിൻ്റെ സൈഡും ഒക്കെ കാണിക്കുന്നുണ്ട്. ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ സമൃദ്ധ ചേച്ചി ചാടുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, ഇത് നായകൻ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സീൻ, അതിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രം കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? അങ്ങോട്ട് പോയി നോക്കാം. വെറുതെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഈവനിങ് വാക്ക് പോയി ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ഈ വഴി ഇറങ്ങിയതാണ്. ഈ സ്ഥലം ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു, എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാ പയ്യ മേയുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ നല്ല തനി നാടൻ കാഴ്ചകളാണ് കണ്ടോ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ഈ പരമ്പത്തൂടെ നടക്കുമ്പോൾ ആ പഴയൊരു പാട്ട്, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ എന്നുള്ള പാട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ ഒഴുകിയെത്തുന്നുണ്ടോ. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായൊരു പാട്ടാണത്, 2006. അപ്പോൾ എന്തായാലും ഇതാണ് ആ ആൽമരം, നല്ല ഭംഗിയുള്ളൊരു ആൽമരം. ഇത് കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രം, പഴമ നിറഞ്ഞൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതെ ഇവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട സോങ് എടുത്ത ആ സ്ഥലം, അതിൽ ചെറിയൊരു സീൻ നമ്മുടെ മുമ്പ് ചെയ്ത ആ കട്ടിൽമാടം ക്ഷേത്രം ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? അങ്ങോട്ട് പോകണം. പുഴയിലേക്കുള്ള വഴിയാണല്ലേ? ഓക്കെ. ഇത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ പുഴയെത്തും. പുഴയുടെ തീരത്ത് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. പുഴയുടെ തീരത്താണ് ഈ കണ്ണന്നൂർ ഭഗവതി ക്ഷേത്രം ഉള്ളത് കണ്ടോ. അപ്പോൾ നല്ല തനി വള്ളുവനാടൻ അല്ലേ? വള്ളുവനാടൻ ഭംഗിയല്ലേ ഇത് പറയുക. പാലക്കാടൻ ഭംഗിയൊന്നും വേറെ. മഴ പെയ്തപ്പോഴേ ഇവിടെ നല്ല ഉണങ്ങി കിടക്കായിരുന്നു. അപ്പൊ കഴിഞ്ഞ മഴയ്ക്കാണ് ഇവിടെ പച്ചപ്പ്. ആ സിനിമയിൽ ഇതുപോലെ തന്നെയാണ്, നല്ല പച്ചപ്പുള്ള സമയത്താണ് ആ സോങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാലക്കാട് ജില്ലയിൽ തന്നെ 2 ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റും. പാലക്കാട് സൈഡിലേക്ക് വേറൊരു ഭംഗിയാണ്. ഈ ആനക്കര പട്ടാമ്പി ഭാഗത്തേക്ക് പഴമയുടെ വേറൊരു ഇതാട്ടോ. അതായത് ഒരുപാട് പഴമകൾ നിറഞ്ഞ ഒരു കാഴ്ചകളുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പുറത്തുള്ളൊരു ആൽമരം കണ്ടോ. ദൂരെ ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നു. ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചില്ലാന്ന് വിചാരിച്ചു. നമ്മുടെ നോട്ടം സിനിമ ഷൂട്ട് ചെയ്ത ഈ പാട്ട് ഷൂട്ട് ചെയ്തത്, നോട്ടം സിനിമ പല ഭാഗങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.
ഓക്കെ. അപ്പോൾ അതേ ഈ പാടങ്ങളും പരിസര പ്രദേശങ്ങളും തന്നെയാണ് മാക്സിമം സീൻസും ഷൂട്ട് ചെയ്തത് അല്ലേ ഇതിന്? മറ്റേ സോങ്ങിൽ. അതെ. ഇനി അങ്ങോട്ട് പോകണം പുഴയ്ക്ക്? ഇവിടെ പോരെ? അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പുഴയുടെ സൈഡ് എത്തിയിട്ടോ. ഞങ്ങൾ നടന്നിട്ട് ഇതാ നല്ല ഭംഗിയുള്ള ഭാരതപ്പുഴയുടെ തീരത്തെത്തി നമ്മൾ. നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രാമീണതയുടെ അങ്ങേയറ്റം. ഞാൻ പറഞ്ഞല്ലോ ഈ സൈഡ് പട്ടാമ്പിയുടെ പെരുങ്ങോട്, കുട്ടനാട്, ആനക്കര, ഈ ഒരു സൈഡ് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. ഒരു എന്താ പറയുക, നല്ലൊരു വള്ളുവനാടൻ ഫീല്. അപ്പോൾ ഇങ്ങോട്ട് നടന്നത് ലൊക്കേഷനും പിന്നെ ഭാരതപ്പുഴയും, ഈ ഭാഗത്തെ ഭാരതപ്പുഴ, അതായത് തൃത്താല പട്ടാമ്പി ഭാഗത്തെ ഭാരതപ്പുഴയും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ വെറുതെ ചെയ്താണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാഴ്ചകൾ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇതിലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ജസ്റ്റ് ചെറിയൊരു വീഡിയോ ചെയ്താണ്. അപ്പോൾ എന്തായാലും ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നും ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയ ഷോർട്ട് വീഡിയോ, അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. അതുവരേക്കും ബൈ ബൈ. ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെയും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക. ബൈ.